ഇന്റർനാഷണൽ മെൻസ് ഹെൽത്ത് വീക്ക് ജൂൺ 9 to 15. ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യവും. പുരുഷന്മാരുടെ സമൂഹത്തിലുള്ള ഒരു സ്റ്റിഗ്മയുണ്ട്. പുരുഷന്മാർ പലപ്പോഴും ശക്തരും ധാർഷ്ട്യമുള്ളവരും അല്ലെന്നുണ്ടെങ്കിൽ വൈകാരിരഹിതരുമാണെന്നാണ് പൊതുവെ ഉള്ള ഒരു സ്റ്റിഗ്മ. ഈ ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് എന്തെങ്കിലും ഒരു മെന്റൽ ഇഷ്യൂസ്, അതായത് എന്തെങ്കിലും ഇവരുടെ ഇമോഷൻസിന് പ്രശ്നമോ അല്ലെങ്കിൽ സ്ട്രെസ്സോ അല്ലെങ്കിൽ ഡിപ്രഷനോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇവർക്ക് അത് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാണിക്കുന്നു. ഇവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സ തേടാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാണിക്കുന്നു. മെന്റൽ സ്ട്രെസ്സിന് പല കാരണങ്ങളുണ്ടാവാം. ഒന്നില്ലെന്നില്ല കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഫൈനാൻഷ്യൽ പ്രോബ്ലംസ്, അതെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാവാം. ഒരു വ്യക്തിക്ക് അറ്റ് എ ടൈം ഒരു സ്ട്രെസ് ആണെന്നുണ്ടെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പല സ്ട്രെസ്സുകൾ ഒരുമിച്ച് വരുമ്പോഴത്തേക്കുമാണ് പ്രഷർ കൂടുന്നത്. മെന്റൽ പ്രഷർ കൂടുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ ബോഡിയിലേക്ക് അത് റിഫ്ലക്ട് ചെയ്ത് തുടങ്ങുന്നു. പുരുഷന്മാരിലെ വിഷാദത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ അവർക്ക് നേരത്തെയുള്ള ചികിത്സ ലഭിക്കാനായിട്ട് സാധിക്കും. സ്ത്രീകളായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന സിംറ്റംസ് വ്യത്യസ്തമായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് പലപ്പോഴും രോഗനിർണയത്തിലേക്കും അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ചികിത്സാ രീതിയിലേക്കും തെറ്റായ ദിശയിലേക്ക് നയിക്കുന്നതായിട്ട് കണ്ടുവരുന്നു. വിഷാദ രോഗത്തിന്റെ ചില സാധാരണ ലക്ഷണങ്ങൾ: ക്ഷോഭം, കോപം തുടങ്ങിയവ, പ്രത്യേകിച്ച് അക്രമാസക്തരാകുക, തലവേദന പോലുള്ള ശാരീരിക പ്രശ്നങ്ങൾ, വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ദഹന പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ വിട്ടുമാറാത്ത ശരീരവേദനകൾ, റിസ്കുകൾ എടുക്കാനുള്ള ടെൻഡൻസി, അതുപോലെ തന്നെ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം, അമിതമായിട്ടുള്ള ആങ്സൈറ്റി, സ്ട്രെസ്, മെന്റൽ പ്രഷേഴ്സ്, ഇതെല്ലാം നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നു. ഇതുപോലുള്ള ലഘു മനോരോഗങ്ങൾക്ക് ഹോമിയോപ്പതി ചികിത്സ വളരെ ഫലപ്രദമാണ്.